ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ കരീം. അല്ലാഹുമ്മ അഅ്തിനൽ ഇഖ്ലാസ് വസ്ദദ് ഈമാനനാ യാ റബ്ബൽ ആലമീൻ. ഏറെ ആദരണീയരായ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് സുനനു അബീ ദാവൂദിൽ കാണാൻ സാധിക്കും, അത്തുദതു ഫീ കുല്ലി ഷൈഇൻ ഇല്ലാ ഫീ അമലിൽ ആഖിറ. എല്ലാ വിഷയത്തിലും തുദത്ത് ആകാവുന്നതാണ്, ഇല്ലാ ഫീ അമലിൽ ആഖിറ. ആഖിറത്തിൻ്റെ അമലിലൊഴിച്ച് ബാക്കി എല്ലാത്തിലും നമുക്ക് തുഅദത്ത് ആകാവുന്നതാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അത്തുഅദത്തു മത്ലൂബത്തുൻ ഫീ കുല്ലി ഷൈ. അത് പ്രോത്സാഹിക്കപ്പെട്ടതും അനുവദനീയവുമായ ശറഅ് ആവശ്യപ്പെടുന്ന കാര്യമാണ് എല്ലാ വിഷയത്തിലും തുഅദത്ത് എന്നുള്ളത്. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, തുഅദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ അജ്ലത്തു, അഥവാ പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുക, തിരക്കോടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ദുനിയാവിൻ്റെ വിഷയത്തിലൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയമാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ സാരമെന്നുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇല്ലാ ഫീ അമലിൽ ആഖിറ. അമലുൽ ആഖിറ, ആഖിറത്തിൻ്റെ കാര്യത്തിലൊഴികെ. ആഖിറവുമായി ബന്ധപ്പെടുന്ന അമലുകളിൽ അജ്ലത്ത് പാടില്ല. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഇപ്രകാരമാണ്, അജ്ലത്ത് എന്നുള്ളത് അത് ശൈത്വാനിൽ നിന്നാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അഥവാ ആഖിറവുമായി ബന്ധപ്പെട്ട അമലുകളിൽ അജ്ലത്തില്ലാതെ, തിരക്കില്ലാതെ, സാവകാശം ആലോചിച്ച് ചർച്ച ചെയ്തുകൊണ്ടായിരിക്കണം ആഖിറവുമായി ബന്ധപ്പെട്ട അമലുകളിലേക്ക് നമ്മൾ മുന്നിടേണ്ടത്. ബഹുമാനനായ ഖതീബ് ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം അമലുൽ ആഖിറയിൽ, ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരക്ക് പാടില്ല എന്നതിന് അദ്ദേഹം 2 ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. അതിലൊന്നാമത്തത് അദ്ദേഹം പറയുകയാണ്, സ്വന്തം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ പല മാതാപിതാക്കളും അവൻ്റെ ജോലി എത്രയാണ്, അവൻ്റെ സാലറി എത്രയാണ്, അങ്ങനെ തുടങ്ങിയുള്ള ദുനിയവിയായ കാര്യങ്ങളൊക്കെ പലരും അന്വേഷിച്ച് പെട്ടെന്ന് തന്നെ കല്യാണം ഉറപ്പിക്കലിലേക്ക് എത്തുന്നുള്ളതാണ്. അവൻ്റെ ഇബാദത്ത് എങ്ങനെയാണ്, അവൻ നിസ്കരിക്കാറുണ്ടോ, അവൻ്റെ അഖീദ ശരിയാണോ, അവൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങി അവൻ്റെ ദീനീപരമായ കാര്യങ്ങളിൽ കൃത്യമായ വിശാലമായ അന്വേഷണങ്ങളില്ലാതെ ദുനിയവിയായ കാര്യങ്ങളിൽ തിരക്ക് കാണിച്ച് ദീനിയായ കാര്യങ്ങളിൽ സാവകാശത്തോടെ അന്വേഷിക്കാതെ പലരും കല്യാണത്തിൽ ഏർപ്പെടുന്നത് ഉണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അതുമൂലം തന്നെ പിന്നെ ആഫ്റ്റർ മാരേജ്, കല്യാണത്തിന് ശേഷം ദീനില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരുപാട് പ്രയാസങ്ങൾ പലരും നേരിടുന്നു എന്നുള്ളത് കൂടി ഒരു വസ്തുതയാണ്. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ദീനിൻ്റെ വിഷയത്തിൽ കാണിക്കേണ്ട ഒരു സാവകാശം കാണിക്കാതെ ദുനിയാവൊക്കെ ശരിയായി, അതുകൊണ്ട് തിരക്കിട്ട് നമ്മളതിലേക്ക് മുന്നിട്ടു എന്നുള്ള നമ്മൾ ചെയ്ത തെറ്റ് കാരണത്താലാണ്. അദ്ദേഹം രണ്ടാമത് പറയുന്ന ഉദാഹരണം എന്നുള്ളതൊരു ബഖീലിൻ്റെയാണ്. അഥവാ അദ്ദേഹം പറയുകയാണ്, പല മാതാപിതാക്കളും തൻ്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ സ്വഭാവ സവിശേഷതകൾ അന്വേഷിക്കും. അങ്ങനെ അവൻ തൊയ്യീബാണ്, അവൻ നല്ലവനാണ് എന്നൊക്കെ പൊതുവേ നാട്ടുകാരിൽ നിന്ന് അറിയാൻ സാധിച്ചു. അതിൻ്റെ പേരിൽ അവന് പെട്ടെന്ന് കെട്ടിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം ബുഖ്ലിനെ കുറിച്ചാണ്. അഥവാ അവൻ പക്ഷേ പിശുക്കനായിരിക്കാം, അവൻ റജുലിൻ തൊയ്യബിൻ, അവന് ആളുടെ മുന്നിൽ അല്ലെങ്കിൽ നല്ലവനായിരിക്കാം, സംസാരത്തിൽ നല്ലവനായിരിക്കാം, ഇബാദത്ത് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ബുഖ്ലുണ്ടായിരിക്കാം, അവന് പിശുക്കുണ്ടായിരിക്കാം. ആ പിശുക്ക് മൂലം അവരുടെ ദാമ്പത്യ ജീവിതം വരെ നശിക്കാൻ കാരണമാവും. അവനെക്കുറിച്ച് വിശാലമായി അന്വേഷിക്കാതെ അവരുമായുള്ള ബന്ധത്തിന് സമ്മതിച്ചു എന്നുള്ളതാണ്. അഥവാ ബുഖ്ലി എന്നുള്ളത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിശുക്ക് എന്നുള്ളത് റസൂലുള്ളാഹ് അങ്ങേറ്റം നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. ഈ 2 ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദീനീപരമായ കാര്യങ്ങൾ, അത് നിസ്കാരമായിക്കോട്ടെ,
അതേപോലെ തന്നെ പിശുക്കില്ലായ്മയായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് സാവകാശമായിരിക്കണം പ്രത്യേകിച്ച് നിക്കാഹ് പോലുള്ള ഇബാദത്തിലേക്ക് കടക്കേണ്ടത്. അഥവാ തെന്നി എന്നുള്ളത് സാവകാശം, ദീനിൻ്റെ കാര്യത്തിൽ സാവകാശം എന്നുള്ളത് അങ്ങേയറ്റം അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം മറ്റൊരു ഉദാഹരണം പറഞ്ഞത് ഷിറാ ഉൽ മസ്കൻ. നമ്മൾ പലരും വീട് വാങ്ങുമ്പോൾ നല്ല പറമ്പാണ്, വില കുറവുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പെട്ടെന്ന് കരാറിൽ ഏർപ്പെടാറുണ്ട്. ഷെയ്ഖ് പറയുകയാണ്, പലപ്പോഴായിക്കൊണ്ട് നമ്മുടെ അയൽവാസി എങ്ങനെയാണ്, മോശപ്പെട്ടവനാണോ നല്ലവനാണോ എന്നുപോലും അന്വേഷിക്കാതെ നമ്മൾ വാഹനമല്ല മസ്കൻ വീട് വാങ്ങുന്നതിനായിക്കൊണ്ട് ഏർപ്പെടുകയാണ്. അവിടെ പോലും നമ്മൾ സാവകാശത്തോടുകൂടി നമ്മളൊരു വീട് വാങ്ങുമ്പോൾ പോലും നമ്മളെ അയൽവാസിയെക്കുറിച്ച് അന്വേഷിച്ച്, വീടിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് പോലെ പരിസരത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിലും സാവകാശം വേണം. അതാണ് സാവകാശം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ബഹുമാനിയായ ഖത്തീബ് നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. അഥവാ ഇതുപോലുള്ള കാര്യങ്ങളിൽ സാവകാശത്തോടുകൂടി നമ്മുടെ നല്ലൊരു അയൽവാസി എന്നുള്ളത് ദീനിൻ്റെ ഭാഗം കൂടിയാണ്. ആ വിഷയങ്ങളിലൊക്കെ ഒരു സാവകാശം പുലർത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം രണ്ടാമത്തെ ഖുതുബയിൽ അദ്ദേഹം അമലുൽ ആഖിറവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അമലുൽ ആഖിറ, ആഖിറത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ സൂറത്തു ദാരിയാത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇബാദത്തിന് വേണ്ടിയിട്ടാണ്, അമലുൽ ആഖിറക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് എത്ര തിരക്കുള്ളവനാണെങ്കിലും ആ വിഷയം നമ്മൾ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഖുർആനിലൂടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുക, വസാരിഉ ഇലാ മഗ്ഫിറ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടിയടുക്കണമേ. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും മത്സരിക്കണമേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ബാദിറു ബിൽ അഅ്മാൽ, നിങ്ങൾ നന്മയുടെ വിഷയത്തിൽ നിങ്ങൾ തിടുക്കം കാണിക്കണേ, ആ വിഷയത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ഗൗരവം കാണിക്കണേ, നന്മ ഒരുപാട് ചെയ്യുക എന്ന വിഷയം നിങ്ങൾ പരിഗണിക്കണമേ. യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, മരണസമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും മാറ്റിവെച്ചിരുന്നു എങ്കിൽ എന്ന് ഖേദിക്കാതിരിക്കാൻ അമലുൽ ആഖിറ നമ്മൾ നല്ലവണ്ണം പരിഗണിക്കണമെന്ന് ബഹുമാനനായ ഖത്തീബ് ഇന്ന് ഖുതുബയിൽ പറഞ്ഞതിൻ്റെ സാരം അതാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ദുനിയാവിൻ്റെ കാര്യത്തിൽ സാവകാശം കാണിച്ച് ആഖിറത്തിൻ്റെ വിഷയം കൂടുതൽ പരിഗണിച്ച് സാവകാശത്തോടെ ചിന്തിച്ച് ആ വിഷയം കൂടുതൽ പരിഗണിച്ചുകൊണ്ട് മുന്നേറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തരും ദീനിൻ്റെ വിഷയം സാവകാശത്തോടുകൂടി നല്ല ആലോചിച്ച് ഖൈറായ തീരുമാനങ്ങൾ ദീനിൻ്റെ വിഷയത്തിൽ എടുക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ മുന്നിടുവാൻ, ആ വിഷയത്തിൽ തിടുക്കം കാണിക്കാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, വാചകങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ദിക്കുകളിലും ഒരുപാട് മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് ഗസയിലെ, സുഡാനിലെ മുസ്ലിമീങ്ങൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ തുറവിയും സമാധാനവും രക്ഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിലെ മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഹീദിൻ്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കും നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ പൂങ്കാവനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وأقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروا إنه هو الغفور الرحيم. والسلام عليكم ورحمة الله وبركاته.